എന്റെ ഇവിടെ പാട്ടെടുത്ത് ബോണ്ടപ്പാട്ടല്ലേ? അയ്യോ ആ പാട്ട് പാടല്ലേ, വായന്ന് ഇപ്പൊ ഒന്ന് കളഞ്ഞോളൂ. ഇന്നെന്റെ തുപ്പടാ നീ. ആ ബാഡ് ഡേ പിന്നെയും കേട്ടോണ്ടിരിക്കാടാ ജെബി. ഇത് ഭയങ്കര അൺസൈക്കോളാണ്. Here I come. Oh, here I come. Oh. My name is Panda, ബാമ്പു വേണ്ട. Hello guys, this is Omfed Potato and you are watching Chemic Season 6 Haters Review. The preceding joke was brought to you by കുഴി ആപ്പ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഏതുമാകട്ടെ, കുഴി ആപ്പിൽ നിക്ഷേപിക്കൂ. 1ഉം 2ഉമല്ല 4ഉം 5ഉം ഇരട്ടിയായി നിങ്ങളുടെ നിക്ഷേപങ്ങൾ തിരികെ നേടൂ. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ കുഴി ആപ്പ്. Now we are covering dog also. കെമിക്സില് മാറ്റക്കേസുകൾ കൂടി വരുന്നതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. ജിഞ്ചയുടെ റെസ്റ്റോറന്റില് മുട്ട പണിക്ക് വെച്ച ഷെഫ്ഷാന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതയാണ് ഒന്നാമത്തേത്. ആരാണ്, എന്തിനാണ്, എവിടെ വെച്ചാണ്, എപ്പോ ആണ്, എങ്ങനെയാണ്? മുട്ടയ്ക്ക് കിട്ടിയ ഒരു കഷ്ണം റോട്ടൺ ഫ്ലഷ് മാത്രമാണ് തെളിവായിട്ട് അവശേഷിക്കുന്നത്. ഇതിനിടെ ജിഞ്ച തന്നെ ഷെഫ്ഷാനെ താനാണ് കൊന്നത് എന്ന് അവകാശപ്പെട്ടു. റെസ്റ്റോറന്റിലേക്ക് കയറി ചെന്ന താൻ സോംബിയായി മാറിയ ഷാനെയാണ് കണ്ടതെന്നും സ്വയരക്ഷാർത്ഥം ഷാനെ തട്ടേണ്ടി വന്നുവെന്നാണ് ജിഞ്ചയുടെ വാദം. കരടിയും ടീമും ട്രയൽ ചേംബർ വൃത്തിയാക്കാൻ പോയ സംഭവമാണ് വേറൊരു നാറ്റക്കേസ്. കരടിയുടെ ഏതോ ഭാര്യയിലുണ്ടായ ഏതോ പിള്ളേര് ചേംബർ മൊത്തം കരടിയിട്ട് ഓടിച്ചു. ഇപ്പൊ ഓടിച്ച പിള്ളേരുടെ കള്ള ഏതാണെന്നുള്ള അന്വേഷണത്തിലാണ് കരടി. പക്ഷെ ഇവിടെ വന്ന തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ കരടിയുടെ പുതിയ പിള്ളേരെയും കൂടെ ഞാൻ കണ്ടുപിടിക്കാൻ പറ്റി. എന്നെ വെറുതെടാ എടാ ചത്തിരിഞ്ഞ് നിന്റെ അമ്മേനെ അറിഞ്ഞോടാ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. പിന്നെ വന്നു ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. നീ ആരാ? അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തോ ഒരു ഡിസിപ്ലിൻ. കോമ്പൻസേഷൻ ചോദിച്ചു മേടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുത്തിനെ പിടിച്ച് വാങ്ങാൻ പറ്റുമെന്ന് ഇപ്പോ ആണ് മനസ്സിലായത്. അൾട്രോണേ നീന്ത് മുങ്ങുവാണെങ്കിൽ എടാ അവിടെ താഴത്തേക്ക് ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, അവിടെ തന്നെ കണ്ടായിരുന്നു. ആ കുഴി കൂടെ ഞങ്ങൾ ഇനി ഇറങ്ങി വന്നായിരുന്നു. നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടോ? വന്നേ. ലാവെ കിടക്കണ ജാലകരാണ് നടന്നു ഇതിലേതാ കുഴി? ഓ ഇതേപോലെ സേഫ് ആയിട്ടാണല്ലോ അല്ലേ നീ ചത്തത്? ആ വഴിയില് ഒരു ലാവ കാണാം. അവിടെ ലാവയാണ്, നേരെ ലാവയാണ്, ചെന്ന് ചാടി കൊടുക്കരുത്. ഇങ്ങനെ പോലെ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യ ഭൂലോകത്തില്ല. അവനെ ആദ്യമേ കണ്ടുപിടി, എന്നിട്ട് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കേറട്ടെ ഗെയിമില്. അയ്യോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോനെ. ഇവൻ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണ്ട. മൂത്രനെ ഞങ്ങൾ രക്ഷിക്കാം, പക്ഷെ ഞങ്ങൾക്ക് കൂലി വേണം. തീയേട് പറയരുത്. മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ. ജീവൻ നിന്റെ ഞങ്ങള് രക്ഷിച്ചില്ലേടാ, നിന്റെ ഒരു നന്ദിയെങ്കിലും സൂചകമായിട്ട് അതപ്പോഴേ അവിടെ കഴിഞ്ഞ്. എന്തേലും ഒരു കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? എന്തേലും തരത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവിടെ ഒരു സ്ഥലം കണ്ടായിരുന്നു, അത് ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ എഴുതി തന്നാ മതി. കിട്ടിക്കഴിയുമ്പോ അത് എറിഞ്ഞ് വല്ലവന്റെ പേരിലേക്ക് ചുമ്മാ കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ്. ചുമ്മാ ജീവനോടെ തിരിച്ച് നീയൊക്കെ എടുത്തോണ്ട് പോ. വലിങ്ങേറി വന്നേക്കുന്ന അഗ്രിമെന്റ് എഴുതി തരണം, ഞങ്ങൾക്ക് തരുന്നു എന്നും പറഞ്ഞു. തരുന്ന് പറഞ്ഞാ തന്നിരിക്കും. എനിക്ക് നിന്റെ വേണ്ട, അത് എടുത്തോണ്ട് നോക്കോ. അപ്പൊ എവിടെയായിട്ടാണ്? അമ്മച്ചേ അല്ല ഇത് അവൻ നോർമലായിട്ട് നീന്തി വന്ന പോലെ പൊട്ടന്ന ലോക പൊട്ടനാണ്. ഞാനിത് ചിലപ്പോ നീന്തി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാക്കാൽ പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ തീ കത്തിച്ച് കഴിഞ്ഞാൽ നിനക്ക് വേദനിക്കോ? വേദനിക്കുന്നില്ല. കണ്ട നീ ഡാൻസ് കളിക്കുന്ന കണ്ടാ, കുങ്കിടി ഡാൻസ്. ബാറോസ് എവിടെ ഇരുന്നേ? ഫ്രീ പ്ലോട്ടിന്റെ ഇതില് പേര് മാറ്റിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ പേരിട്ട് അതങ്ങ് എഴുതുക, ഞങ്ങളുടെ പേരങ്ങ് എഴുതി ചേർക്കുക. പ്ലോട്ട് 1 അൾട്രോൺ ഗിവ് ടു കരടി. അത്ര ഉള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ജിഞ്ചയും ഗ്യാസ്റ്റും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. റീചാർജ് ചെയ്തു.
എടാ നാട്ടിന്റെ മോൻ. എടാ എനിക്ക് കിട്ടുന്നില്ല റിസോർട്ട് സെന്റർ. എടാ ഫക്ക്. എടാ നെതറിലിട്ട് റീസ്പോൺ ആങ്കർ പൊട്ടിക്കാം എന്ന വിദ്യാധാരണയിൽ ഒരു വിപല ശ്രമം നടത്തുകയായിരുന്നു പാണ്ഡയും കരടിയും പഴവും. ബാക്കി നിങ്ങൾ കണ്ടു. ലെറ്റ്സ് ഗോ 1 2. ഇവരൊന്നും കാണാനില്ല. ഞാൻ ബാക്കിലുണ്ട്. ഇല്ല വെക്കാൻ പറ്റില്ല. അതെങ്ങനെ ഭാഗ്യം. കണ്ട റീസ്പോൺസ് സെറ്റ് ആയല്ലേ? കണ്ട പൊട്ടാത്തതിന്റെ വിഷമം. ഞാൻ നോക്കാം. ആദ്യം ഞാനും ഇവനും ചെയ്തത്. ഇനി നിന്റെ നീ പോയി. രായ്ക്ക് രാമായണം 24 മണിക്കൂറും കെമിക്സിലെ മഴയെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന അൾട്രോണിനെ ഒടുക്കം കെമിക്സ് ദൈവം കരിഞ്ഞു. ഇനി മഴയെ കുറ്റം പറഞ്ഞു വരുന്നവര് അൾട്രോണിനെ ചെന്ന് കാണേണ്ടതാണെന്ന് അറിയിക്കുന്നു. എന്റെ ലാൻഡ് മൊത്തം സ്ലോ ആക്കി വരും. അയ്യോ, അപ്പുറത്തുള്ളവനെ കൊന്നില്ലെങ്കിൽ അവിടെ മൊത്തം അനങ്ങാണ്ട് നിക്ക്. മഴക്കാലത്തും എല്ലാം ചെയ്താൽ മതിയായിരുന്നു. ഇത്ര ഒന്നും വേണ്ടായിരുന്നു. ദൈവമുണ്ട്. കെമിക്സേ, നിന്നെ കൊണ്ട് ആകെയുള്ള ഗുണം, മഴയെ കൊണ്ടുള്ള ആകെയുള്ള ഗുണം കെമിക്സ് ദൈവം കാത്തു. കെമിക്സിന്റെ മഴ ഇങ്ങനെയെങ്കിലും ഗുണം ചെയ്തു. ഇത്രയും കാലത്തിനിടയിൽ ഒരു ഗുണമില്ലാത്തൊരു സാധനമായിരുന്നു ഈ മഴ. ഇനി കുറച്ച് വമ്പൻ നാട്ടുകേസുകളാവാം. കെമിക്സിലെ സ്വയം പ്രഖ്യാപിത ഡൂക്ക് അഥവാ ഷോപ്പിംഗ് ഡിസ്ട്രിക്ട് ഓഫീസർ ഓഫ് കെമിക്സ് ആയിരിക്കുകയാണ് മൊട്ട. ഞാനാണ് ഇത്തവണത്തെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിന്റെ ഡൂക്ക്, ഷോപ്പിംഗ് ഡിസ്ട്രിക്ട് ഓഫീസർ ഓഫ് കെമിക്സ്. നല്ല പവർഫുൾ നെയിം അല്ലേ? എനിക്ക് ശിങ്കിടിയായിട്ട് ഒരാളും കൂടെ ഉണ്ട്. അയാളെ നമ്മൾ വിളിക്കുന്നത് ബാറോസ് എന്നാണ്. ബംഗാളി ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ഓഫീസർ ഓഫ് ഷോപ്പിംഗ് ഡിസ്ട്രിക്ട് എന്നുള്ള ഇതിലാണ് നമ്മൾ ബാറോസ് എന്ന് പേരിട്ടിരിക്കുന്നത്. എന്നാൽ മൊട്ടയുടെ ഡൂക്ക് പദവി വലിയ കോലാഹലങ്ങളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ കെമിക്സിൽ മൊട്ട തന്നെ ഒരു മോണോപ്പൊളിയായി മാറാനാണ് സാധ്യത. അല്ല, അതൊക്കെ പോട്ട്. നീ ഒരെണ്ണം കാശ് കൊടുത്ത് മേടിച്ച് ഇവനൊരു ഫ്രീ പ്ലോട്ടെങ്കിലും കിട്ടി. ബംഗാളിയാണ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു കട മേടിക്കാനുള്ള പൈസ പോലും ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണില്ലേ അവൻ. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിവില്ലാത്തവന് നമ്മളങ്ങനെ ഫ്രീ പ്ലോട്ട് കൊടുക്കണത് ശരിയാണോ? ഇത് വില്ലേജേഴ്സിന്റെ പച്ച പൈസ, ഡ്യൂപ്ലിക്കേറ്റ് പൈസ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചാണ്. അല്ലാണ്ട് സ്വന്തമായിട്ട് ഡയമണ്ട് കുഴിച്ചുണ്ടാക്കിയതൊന്നും അല്ല. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല. നമ്മള് ഒരേ ടീം. പബ്ലിക് ഹരാസ്മെന്റ്. ഞാനൊരു രാജാവിനെ പോലെ ഡൂക്കായിട്ട് നിന്നിട്ട് നിന്നെ പിടിച്ച് ബംഗാളി ആക്കാൻ നേരത്തെ നീ ആലോചിച്ചൂടെ? നിന്റെ ലെവൽ എന്ന് പറയുന്നത് ലോ ലെവലാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. ഞാൻ ഇവിടെ നിൽക്കാൻ നീ ഒരു ലെവല് താഴെ നിൽക്കണം. ഗിവ് റെസ്പെക്ട്. ഞാനൊരു കട മുതലാളി വേണം, ഒന്നുമില്ല. മനസ്സിലായോ? നീ ഇവൻ റിച്ച്, ഞാൻ റിച്ച്. നമ്മള് രണ്ടുപേരും ഇപ്പൊ കട മുതലാളിമാരാണ്. നമ്മള് രണ്ടുപേരും ഈ പിച്ചക്കാരൻ. ഞാൻ ഉണ്ടാക്കും ഇവിടെ, നോക്കിക്കോ. അങ്ങനെ ഒരു ദിവസം വരുന്നതിന്റെ അന്ന് സ്ഡൂക്കിന്റെ താക്കോല് ഞാൻ നിനക്ക് തന്നിട്ട് നീ സ്ഡൂക്ക്, ഞാൻ ബംഗാളി. ഒരാഴ്ച നമുക്ക് അടുത്ത ബുധനാഴ്ച കാണാം. കെമിക്സിലെ മൊട്ടയുടെ ഡൂക്ക് പദവിയെ പഴവും കൂട്ടരും ചോദ്യം ചെയ്യുന്നുണ്ട്. പുതിയ പാർട്ടി തന്നെ തുടങ്ങി മൊട്ടയെ താഴെ ഇറക്കാനുള്ള ഗൂഢാലോചനകളിലാണ് കരടിയും പാണ്ഡയും പഴവും. ഇവർ രണ്ടുപേരുണ്ടല്ലോ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് പദവിയൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് കാശൊക്കെ എടുത്തു തുടങ്ങിയേ. നമുക്ക് ഇതുപോലെ ബിൽഡിംഗ് വെക്കേണ്ടിയിരിക്കും. ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. അത് പറ്റില്ല. നമ്മൾ ഡെമോക്രസിയാ. പുറത്ത് വേറെ പഞ്ചായത്തുകൾ കിട്ടും. പക്ഷെ നിങ്ങളെ പഞ്ചായത്തുള്ളവർ നമ്മളെ പണിഞ്ഞ റോട്ടി കയറണമെങ്കിൽ ചുങ്കം തരേണ്ടി വരും. ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്ലോട്ട് കൊടുക്കും ആൾക്കാർക്ക്. പണിഞ്ഞ് ഇതെല്ലാം ചെയ്യണം. കറണ്ട് കൊടുക്കാൻ വിൻമില്ല്, ആഹാരം കൊടുക്കാൻ റെസ്റ്റോറന്റ്, ഇതെല്ലാം ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ തന്നെ ചവിട്ടി വിളി കളി. അതേന്ന് കുട്ടിക്കുന്നു, ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇലക്ഷൻ വെക്കാം. ഏതൊരു കക്ഷികൾ വേണമെങ്കിൽ വരട്ടെ. പരിപാടി സെറ്റ് ആക്കാനുണ്ട്. അതെ, ജിജി സംസാരിച്ചിരുന്ന ഗവൺമെന്റ് തുടങ്ങിയില്ലായിരുന്ന തമ്മിൽ അവിടെ തല്ലുണ്ടായി. ഇട്ടോണ്ടും ആ മൊട്ട തലേന് ഇവൻ പിച്ചക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയപ്പോ ഇവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ തല്ലുണ്ടായി. സൈഡായിട്ട് വലിക്കേണ്ട ടൈമായി. നമ്മള് ഒരു പാർട്ടി തുടങ്ങുന്നുണ്ട്, ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി തുടങ്ങാം. ഗവൺമെന്റ് മാറ്റാൻ നമുക്ക് ഇന്നോട്ട് പ്രയത്നം തുടങ്ങണം. ഇപ്പൊ 3 പ്ലോട്ട് നമ്മളെ കയ്യിലായി. ഇത്രയേ ഉള്ളൂ. ഡൂക്ക്, ബാരോസ്, പാർട്ടി, പഞ്ചായത്ത്, മൊത്തത്തിലൊരു സിവിൽ വാറിനുള്ള ലക്ഷണം തന്നെ കാണുന്നുണ്ട്. ഇതൊക്കെ ഒടുക്കം ഒരു മുട്ടൻ അടിയിൽ കൊണ്ടെത്തിക്കാതിരുന്ന ഭാഗ്യം.
ഇനി കുറച്ച് ചിതറിയ കാഴ്ചകൾ. ഓ ലോഡ്, ഞണ്ണാൻ വല്ല ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ സത്ത് പോവും. അതുകൊണ്ട് ഈ വണ്ടിൽ ഇങ്ങനെ പറ്റൂലല്ലേ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് ഗൈസ്. അടിപൊളി. ഓക്കെ കൺഫേം. നമുക്ക് പോവാം. അപ്പൊ അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇന്നത്തെ അവാർഡുകൾ. കെമിക്സില് ചവറ് പോലെ പിള്ളേരെ ഉണ്ടാക്കിയ കരടിയാണ് കെമിക്സിന്റെ പിതാമഹൻ. സ്വന്തമായിട്ട് ഒരു പാട്ട് തന്നെ ഇറക്കി വെറുപ്പിക്കാൻ മനസ്സ് കാണിച്ച പാണ്ഡയെ കെമിക്സിലെ വിശ്വ മ്യൂസിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു. തുച്ഛമായ ചെലവില് ലാവയിൽ നിന്നും അൾട്രോണിനെ രക്ഷിക്കാൻ മനസ്സ് കാണിച്ച പാണ്ഡയും കരടിയുമാണ് കെമിക്സിലെ ഫയർ മാമ്മന്മാര്. ഈ കണ്ട പ്രശ്നങ്ങൾക്കൊക്കെ സൂത്രധാരനും കെമിക്സിലെ മഞ്ഞപത്രവുമായ കരടിക്ക് മഞ്ഞപത്രവും പാലും വണ്ടിയും എന്ന പ്രത്യേക ഉപഹാരവും നൽകിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണുവാൻ സബ്സ്ക്രൈബ് ബട്ടണിൽ TNT ഇട്ട് പൊട്ടിക്കുകയും ബെല്ലൈക്കണിന് തീയിടുകയും ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അരിഗാത്തോ ഗോസൈമാസ്.